വർഷങ്ങളായി ഒരു ദുർഗാക്ഷേത്രം അടഞ്ഞു കിടക്കുന്നു. നിത്യപൂജയില്ലാതെ ദേവീക്ഷേത്രം അങ്ങനെ കിടക്കുകയാണ്. അത് വേറെങ്ങുമല്ല, അൻസോൾ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ ഒരു ക്ഷേത്രമാണ്, ദുർഗാക്ഷേത്രമാണ്. BJP അധികാരത്തിലെത്തി ആ ദിവസം വൈകുന്നേരം തന്നെ ആ ക്ഷേത്രം തുറക്കുന്നു, നിത്യപൂജകൾ ആരംഭിക്കുന്നു. കാവിക്കൊടിയേന്തി ഭാരതത്തിൻ്റെ ദേശീയ പതാകയേന്തി യുവാക്കൾ ഇങ്ങനെ ആ ക്ഷേത്രത്തിന് മുന്നിലേക്ക് ഒഴുകിയെത്തുന്നു. മാ ഭവാനിയുടെ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നു. എന്താണ് സർ ശരിക്കും ആ ക്ഷേത്രത്തിന് സംഭവിച്ചത്? ഇത് പശ്ചിമ ബർദ്ധമാൻ എന്ന് പറയുന്ന ജില്ലയിലെ അസാൻസോൾ എന്ന സ്ഥലത്തുള്ള ക്ഷേത്രമാണ്. ദുർഗാ ക്ഷേത്രമാണ് ഇത്. സാധാരണ ഇവിടെ ഈ ബംഗാളികളെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട്. ഭാരതത്തിലെ മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം മത്സ്യം, ഫുട്ബോൾ, ദുർഗാപൂജ, ഇത് മൂന്നും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒന്നുള്ളത് അവരുടെ ജിലേബി, ഇങ്ങനെയൊക്കെയുള്ള മധുര പലഹാരങ്ങളാണ്. അപ്പൊ ഈ മത്സ്യവും പിന്നെ ദുർഗാപൂജയും ഫുട്ബോളും ഇല്ലാണ്ട് ബംഗാൾ ആവില്ല. ബംഗാളിന്റെ ദേശീയ മത്സരം എന്ന് പറയുന്നത് ഫുട്ബോളാണ്. അവർക്ക് വിഖ്യാതമായ 3 ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. മോഹൻ ബഗാൻ, പിന്നെ ഈസ്റ്റ് ബംഗാൾ ആൻഡ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്. ഇന്ത്യയിലേക്ക്, കേരളത്തിൽ ഒരു കാലത്ത് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ കളിക്കാൻ ഇവർ വരിക എന്ന് പറയുന്നത് നാട്ടുകാർക്ക് തന്നെ വലിയ ആവേശമായിരുന്നു. കൂടാണ്ട് ഇഷ്ടംപോലെ ഫുട്ബോൾ മത്സരങ്ങളുണ്ട് അവിടെ. അപ്പം അതിൽ ഈ ദുർഗാപൂജ ഭയങ്കര ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. എല്ലാ ദുർഗാപൂജ സീസണിലും മാർക്സിസ്റ്റുകാരുൾപ്പെടെ, നിരീശ്വരവാദികൾ ഉൾപ്പെടെ ദുർഗാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പൂജ ചെയ്യും. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന പ്രണാബ് മുഖർജി ആ സമയത്ത് അദ്ദേഹം ഔദ്യോഗികമായി തന്നെ ബംഗാളിൽ വന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ദുർഗാ പൂജയ്ക്ക് അദ്ദേഹം പൂജ ചെയ്യും. പൂജാരിയായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും നമ്മൾ TV-യിലെല്ലാം കണ്ടിട്ടുണ്ട് അദ്ദേഹം പൂജ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ദുർഗാ പൂജ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണെന്നുള്ളത്. അപ്പോൾ ഈ പശ്ചിമ ബർദ്ധമാനിലുള്ള അസാൻസോളിലെ ഈ ക്ഷേത്രം വർഷങ്ങളോളായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ ദുർഗാ പൂജയ്ക്ക് മാത്രമേ ആ ക്ഷേത്രം തുറക്കാറുണ്ടായിരുന്നുള്ളൂ. 5 ദിവസം 6 ദിവസം കണ്ടിട്ട് തുറക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടച്ചിട്ട് നിത്യപൂജ അതൊന്നും സമ്മതിക്കില്ല. എന്തോ അവിടെ ജനങ്ങൾ കമ്മി, അറിയാലോ ആരായിരിക്കും അതിനെ എതിർക്കുക എന്നറിയാലോ. അപ്പോൾ അത് ഈ അവരുടെ ഇത്തവണ മത്സരത്തിന് നിന്ന ആള് കൃഷ്ണേന്ദു മുഖർജി എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം നിയമസഭാ അംഗമായിട്ട് BJP-യുടെ ലേബലിൽ മത്സരിക്കാനായിട്ട് ഇറങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ക്ഷേത്രം എന്നേക്കുമായി തുറന്നു കൊടുക്കും ഭക്തർക്ക്. നിങ്ങൾക്ക് ദുർഗാപൂജ ദിവസങ്ങളിൽ മാത്രമായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. ഇവിടെ എല്ലാ ദിവസവും ഇവിടെ വന്ന് നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താം, ഭജൻസ് പാടാം, അതിനൊന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച വോട്ടെണ്ണി ഏതാണ്ട് 293 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 294 പക്ഷെ ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മെയ് 21 നടക്കത്തുള്ളൂ. അപ്പോൾ റിസൾട്ട് അറിഞ്ഞ ഉടനെ തന്നെ ഈ കൃഷ്ണേന്ദു മുഖർജി സ്ഥലത്തെത്തി അധികാരികളുമായിട്ട് സംസാരിച്ച് ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ അപ്പം തന്നെ തുറന്നു. ആയിരക്കണക്കിന് യുവാക്കളാണ് കാവിക്കൊടിയേറിക്കൊണ്ട് ദേവി സ്തോത്രവും ദുർഗാ സ്തോത്രവും ചൊല്ലിക്കണ്ട് ക്ഷേത്രത്തിന് മുമ്പിൽ തടിച്ചുകൂടിയത്. അതൊരു വലിയ വിജയമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദുർഗാ പൂജയും ദുർഗാ മാത അല്ലെങ്കിൽ ലക്ഷ്മി പൂജ എന്നൊക്കെ പറയുന്ന ഒരു വികാരമാണ്. ഇപ്പം നമുക്ക് അതിനോട് ഉപമിക്കാവുന്നത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം. അതൊരു ഫീലിംഗ് ആണ് ജനങ്ങളുടെ. ആറ്റുകാൽ പൊങ്കാല, അതല്ലെങ്കിൽ ചോറ്റാനിക്കരയിലെ മകം തൊഴുക, ഗുരുവായൂരിലെ ഏകാദശി, ശബരിമലയിലെ 41 ദിവസത്തെ പൂജ, ഇതൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഉണ്ടാവുന്ന ആറാട്ട്, ഇതൊക്കെ ഹിന്ദുക്കളുടെ മനസ്സിൽ ഒരു എന്താ പറയുക, ഞങ്ങൾ ഈ ഈ ജന്മ പുണ്യം കിട്ടുന്നത് ഈ നിമിഷങ്ങളിലാണെന്നുള്ളൊരു വികാരമാണ്. ഇപ്പം നമുക്ക് അവിടെ പോയി തൊഴുതു കഴിഞ്ഞാൽ ഉടനെ ഭഗവാൻ നമ്മുടെ കയ്യിലോട്ട് സ്വർണ്ണമോ രത്നമോ ഒന്നുമല്ല വെച്ച് തരാവും. ഒരു ഫീലിംഗ്, മനസ്സിലായില്ലേ? ഇപ്പം അത് എല്ലാ മതക്കാർക്കും ഉണ്ട് ഓരോരുത്തരുടേതായ ഫീലിംഗ്. നമ്മുടെ ക്രൈസ്തവരുടെ പള്ളിയിൽ പോയി ഈ വിശ്വാസികൾ കുമ്പസാരിക്കൂലേ, അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ വന്നിട്ട് മറ്റേ മുസ്ലിം ദേവാലയങ്ങളിൽ വന്ന ആൾക്കാർ നമാസ് ചെയ്യില്ലേ. എന്തിനാ ചെയ്യണവർ?
അവർക്കൊരു ഫീലിംഗ് ആണ്, ഒരു ഐഡന്റിറ്റിയാണ്, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആണ്. അതൊരു വികാരമാണ്. അത് ഹിന്ദുക്കൾക്കും അങ്ങനെ ഒരു മതവികാരം ഉണ്ടാവുന്നത് തെറ്റല്ല, അത് വർഗീയതയല്ല എന്ന് ആൾക്കാർ മനസ്സിലാക്കണം. അപ്പം ഇത് ഈ ദുർഗാ ക്ഷേത്രം, പൂട്ടിയിട്ട ദുർഗാ ക്ഷേത്രം ഇത് തുറന്നു കൊടുക്കാനായിട്ട് ഇത്രയും നാൾ എടുത്തു എന്നുള്ളതാണ്. അത് അവർ ആ ദുർഗാ പൂജയുടെ ഒരാഴ്ച മാത്രമേ തുറക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് ഇനി മുതൽ 365 ദിവസവും ആ ക്ഷേത്രം നമുക്ക് പോവാം, ദർശനം നടത്താം, ദേവിയുടെ അനുഗ്രഹം മേടിക്കാം. അതൊരു ഫീലിംഗ് ആണത്. ബംഗാളി ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അത് ബംഗാൾ കൊൽക്കത്തയിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ദുർഗാപൂജയുടെ സമയത്ത് പോകുമ്പോൾ, അവരൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് വരെ ഉണ്ട് അവർക്ക്. ആ ഒരു വെള്ളയും ചുവപ്പും ചുവന്ന ബോർഡർ ഉള്ള ഒരു സാരി സാറിന് അറിയായിരിക്കും ഒരു പക്ഷേ, ബംഗാൾ കോട്ടൺ സാരി അതിങ്ങനെ ഉടുത്തിട്ട് അവർ ആ മാദേവിയുടെ തിലകമൊക്കെ ധരിച്ച് വലിയ ഭക്തിയോടുകൂടിയാണ്. ബംഗാളികൾക്ക് അത്രയേറെ ജീവനാണ് ദേവി എന്ന് പറയുന്നത്, ദുർഗാദേവി എന്ന് പറയുന്നത്. അവർ അത്രയേറെ ആരാധനയോടുകൂടിയാണ് കാണുന്നത്. അതിനെയാണ് TMC, മമതാ ബാനർജി ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടിയിട്ട് അടച്ചു മൂടി കെട്ടിവെച്ചിരുന്നത് എന്നുള്ളതാണ്. എത്രയോ വേദന സഹിച്ചിട്ടുണ്ടായിരിക്കും അവിടുത്തെ വിശ്വാസികൾ എന്നുള്ളതാണ്. വെറുതെ അല്ല, ശ്രീരാമൻ വനാന്തരങ്ങളിൽ നേരിട്ടത് ഒരു താടകേനെയാണ്. ഇത് ഒരു സംസ്ഥാനം മൊത്തം അടയ്ക്കുവാണ് താടകേനെ. ശ്രീരാമനായിട്ട് വന്ന സുവേന്ദു അധികാരി ഇല്ലാതാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരെ കാട്ടിൽ നിന്ന് ഓടിച്ചു. അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ താടക അമ്പ് കൊണ്ട് വീണ് പിന്നെ ഒരു സുന്ദരിയായിട്ട് വീണ്ടും ജന്മം പ്രാപിച്ച് സ്വർഗത്തിൽ പോയി എന്നൊക്കെയാണ് പറയണത്. ഇവര് സ്വർഗത്തിലൊന്നും പോണ്ട, ഇവര് ഇവിടെ തന്നെ ബംഗാളിൽ തന്നെ ജീവിച്ചാൽ മതി. പടമൊക്കെ വരച്ച് കിട്ടിയ കാശ് കുറെ ഉണ്ടാക്കിയിട്ടുണ്ടാവേ. 10-30,000 കോടി രൂപ ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എത്ര സ്കാമുകളാ സർ, ചാരിദാസ് ചിറ്റ് ഫണ്ട്സ് അടക്കമുള്ള വലിയ കുംഭകോണങ്ങൾ ഇവരുടെ പേരിലുണ്ടല്ലോ. അതിന്റെ എല്ലാം അത് ഈ നമ്മളൊരു കുറ്റം ചെയ്താൽ അത് എന്നും നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പുറകിൽ തന്നെ ഉണ്ടാവും. നമ്മളെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വരും തലമുറ അനുഭവിക്കും. ഇപ്പോൾ ഓരോരുത്തരെ കണ്ടിട്ടില്ലേ, പണ്ട് അവർ ചെയ്ത പാവങ്ങളുടെ ഫലം മക്കളുടെ മക്കളൊക്കെ ദുരന്ത മരണങ്ങൾക്ക് വിധേയമാവുന്നു. ചിലര് മാനസിക രോഗം ബാധിക്കുന്നു, തലയ്ക്ക് പ്രാന്ത് പിടിച്ച ഓടിപ്പാഞ്ഞ് നടക്കും. അല്ല, ഇതിപ്പം മാനസിക രോഗം ബാധിക്കില്ല, കാരണം ഓൾറെഡി ഉണ്ടല്ലോ. ഏതായാലും ഈ പറയുന്ന ദേവീ ക്ഷേത്രം തുറന്നു കൊടുത്തിരിക്കുന്നു. ബംഗാളികൾ അവരുടെ സ്വത്വത്തെ തിരിച്ചു പിടിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് ഇല്ലാതാക്കി കഴിഞ്ഞിരുന്നു. ഈ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണവും അതിന് മുമ്പുണ്ടായിരുന്ന മാർക്സിസ്റ്റ് ഭരണവും ചേർത്ത് അത് ഇല്ലാതാക്കി കഴിഞ്ഞിരുന്നു. എന്നാലും ഞാൻ ഇപ്പോഴും പറയും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും അവിടെയുള്ള റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, എന്തോ അയാളുടെ പേര് മറന്നു, ഒരു മന്ത്രിയായിരുന്നു, അയാളൊക്കെയാണ് അവിടെ ഈ താറൊക്കെ കൊടുത്തോണ്ട് വന്ന് പൂജ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ അത് ഒരു എന്താ പറയുന്ന ഔട്ട്ഡേറ്റഡ് ഫാഷനായി മാറി. അത് എന്താ പറയുന്ന ഒബ്സ്ക്രാൻഡിസ്റ്റുകൾ എന്നാണ് അങ്ങനെയുള്ളവര് ഈ പുതിയ തലമുറയിലുള്ള കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും അർബൻ മാവോയിസ്റ്റുകളൊക്കെ വിശേഷിപ്പിക്കുന്നത്. ബംഗാളികൾ അവരുടെ സ്വത്തും തിരിച്ചു പിടിക്കുകയാണ്. അവരവരുടെ എന്താ പറയുന്ന രക്തത്തെ കാണുകയും സംഘം ചേരുകയും ചെയ്യുകയാണ് അവരിപ്പോൾ ബംഗാളികൾ. ഒരു നല്ല ഒരു സ്വാഗതാർഹമായ ഒരു തുടക്കമാണ് എന്ന് പറയാം. ഒരു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു, വൻ ഭൂരിപക്ഷം കിട്ടി, ഉടനെ തന്നെ ക്ഷേത്രം തുറന്നു കൊടുക്കുന്നു ജനങ്ങൾക്ക്. അതൊരു നല്ല ഒരു ഓസ്പീഷ്യസ് ബിഗിനിങ് എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. ഓസ്പീഷ്യസിന്റെ മലയാളം നല്ല ഐശ്വര്യപൂർണമായ, അല്ലെങ്കിൽ വളരെ എന്താ ഒരു നല്ല ശുഭകരമായ ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബംഗാളിനെ വീണ്ടും പഴയ ബംഗാളാക്കാനായിട്ട്, അതായത് മാർക്സിസ്റ്റ് പാർട്ടി വരുന്നതിന് മുമ്പുള്ള ബംഗാളാക്കാനായിട്ട് അവർക്ക് കഴിയും എന്ന് വിശ്വസിക്കാം.